പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ ഈ നല്ല മണിക്കൂറുകൾക്കായി ഞാൻ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുന്നു. JCNDSDയുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ചെറിയ സന്ദേശം തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാരംഭമായി ഇന്ന് ഒരു ചെറിയ വേദഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുടെ പുസ്തകം 46-ാമത്തെ അധ്യായത്തിൽ നിന്നും 1-2 വാക്യങ്ങൾ വായിക്കുവാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അപ്പോൾ പൗലോസും ബർണബാസും ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ യഹൂദന്മാരുടെ സവിശേഷതയെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ അരുളപ്പാടുകളും വാഗ്ദത്തങ്ങളും എല്ലാം ദൈവം നേരിട്ട് മോശ മുഖാന്തരം കൊടുക്കപ്പെട്ട ഒരു ജനതയാണ്. എന്ന് വെച്ചാൽ ദൈവം ഒരു ജനതയെ തൻ്റെ നാമമഹത്വത്തിനായി തെരഞ്ഞെടുക്കുകയാണ്. യഹൂദൻ അബ്രഹാം എന്ന അവരുടെ പിതാവ് മുഖാന്തരം അബ്രഹാമിലും അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിലും ഇസ്ഹാക്കിൻ്റെ സന്തതി പരമ്പരകളായ 12 ഗോത്രപിതാക്കന്മാരിൽ നിന്നുമാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം ഉളവായതെന്ന് നമുക്കറിയാം. ചരിത്രത്തിൻ്റെ എല്ലാ നാളുകളിലും ഇസ്രായേൽ അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് അടിമ വീട്ടിൽ നിന്നും മോശ മുഖാന്തരം നീട്ടിയ ഭുജത്താലും ഉയർന്ന കരത്താലും ദൈവം വിടുവിച്ച് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് അവരുടെ എല്ലാ നാളുകളിലും നമുക്കറിയാം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി അവർ അറിയപ്പെട്ടിരുന്നു. ഏക സത്യദൈവമായ പിതാവ് അവരുടെ പിതാവാണ് എന്ന് അവരുടെ പിതാക്കന്മാരായ പ്രവാചകന്മാരെല്ലാവരും ഒന്നുപോലെ ദൈവാത്മാവിൽ പ്രവചിച്ചു പോന്നിരുന്നു എന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ സവിശേഷ ജാതിയും ജനവും എന്നുള്ള നിലയിലും ഭൂമിയുടെ അധികാരി അല്ലെ സർവ്വപ്രപഞ്ചത്തിൻ്റെയും അധികാരിയായ ദൈവം തങ്ങളുടെ ദൈവം എന്നുള്ള നിലയിലും അല്പമല്ലാത്ത അഹങ്കാരവും ഗർവും എല്ലാം അവർക്ക് എല്ലാ നാളിലും ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാൻ സാധിക്കും, ദൈവം അവരെക്കുറിച്ച് പറയുന്നത് ഇന്ന് വരെ കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് 4-ാമത്തെ വാക്യം മുതൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 9-4 മുതൽ: അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്ക് ഉള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ എന്ന് വെച്ചാൽ ക്രിസ്തു സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ സാധിക്കും, യഹൂദ മതപ്രമാണങ്ങളിലും മത ആചാരങ്ങളിലും വളരെ മുഴുകി കാര്യത്തിൽ വളരെ പരീക്ഷ മനോഭാവത്തോടുകൂടി ജീവിച്ചു പോന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്കറിയാം. അത് നിമിത്തം സഭയെ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന വിശുദ്ധ സഭയെ ഉപദ്രവിക്കുകയും അതിനുവേണ്ടി അധികാരപത്രങ്ങൾ വാങ്ങി യാത്ര ചെയ്യുകയും ചെയ്ത ഒരു യാത്രാമധ്യേ ദമസ്കസിൻ്റെ പടിവാതിൽ വെച്ചാണ് താൻ എത്രമാത്രം വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു ജനം, ആ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ട ആ ജനം താൻ സേവിക്കുന്ന യഹോവയുടെ ജനമാണ്, അല്ലെങ്കിൽ യഹോവയുടെ പ്രത്യക്ഷതയാണ് അവർ സേവിക്കുന്ന ക്രിസ്തു എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷണനേരം കൊണ്ട് മാനസാന്തരപ്പെട്ട് ഒരു ക്രിസ്തു സാക്ഷിയായി, ഒരു വിശ്വസ്ത ക്രിസ്ത്യാനിയായി പിൽക്കാലത്ത് ആഗോള സഭയ്ക്ക് 14ഓളം ലേഖനങ്ങൾ എഴുതി അയച്ചു തന്ന മഹാനായ അപ്പോസ്തലനാണ് പൗലോസ് എന്ന് നമുക്കറിയാം. അപ്പോൾ പൗലോസ് റോമർക്ക് എഴുതുന്ന ഈ ലേഖനത്തിൽ ഇസ്രായേൽ ജനതയുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പ്രസ്താവിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൽ 4-ൽ ഒന്നുകൂടെ വായിച്ചാൽ, അവർ ഇസ്രായേല്യർ
പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ എന്ന് വെച്ചാൽ ദൈവം, അല്ലെങ്കിൽ ക്രിസ്തു എന്നേക്കും ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ. ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം കാണുന്നത് എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഇസ്രായേൽ ജനതയ്ക്കുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ 1:12 പറയുകയാണ്, അവൻ തൻ്റെ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്വന്തത്തിൽ ജനിക്കുകയും സ്വന്തമായവരുടെ ഇടയിലേക്ക് വരികയും ചെയ്തു. എന്നാൽ സ്വന്തമായവർ കൈക്കൊണ്ടില്ല. അപ്പോൾ കൈക്കൊണ്ട ജാതികൾക്ക് ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നാം ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയാണ്, ഒരു ജനമാണ്. പുറജാതികളായി വാഗ്ദത്തങ്ങൾക്ക് അന്യരായി ലോകത്തിൽ ദൈവമില്ലാതെ ഈ ലോകത്ത് ജനിച്ചു വരവേ പരമ്പരാഗതമായ മത അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ സഭകളുടെ ആചാര അനുഷ്ഠാനങ്ങളും ചെയ്ത് ലക്ഷ്യബോധമില്ലാതെ, തങ്ങൾ സേവിക്കുന്നത് ആരെന്നറിയാതെ, തങ്ങളുടെ വിശ്വാസവും വിശ്വാസ പ്രമാണങ്ങളും എവിടെ ഞങ്ങളെ എത്തിക്കുമെന്ന് പോലും അറിയാതെ ഇരുട്ടിൽ തപ്പിൽ തടഞ്ഞു കൊണ്ടിരുന്ന ഒരു ജാതികളായ നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ ദൈവമക്കളായി തീരുവാൻ അധികാരം അവകാശവും ലഭിച്ച എന്നുള്ള നിലയിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരും ഏറെ തെരഞ്ഞെടുക്കപ്പെട്ടവരുമെന്ന് വിശുദ്ധ വേദപുസ്തകം ജാതികളിൽ നിന്നുള്ള ക്രിസ്ത്യാനിയെ കുറിച്ച് പറയുന്നു. ഞാനിത് സംസാരിക്കുമ്പോൾ കാലഘട്ടത്തിന്റെ വ്യത്യാസം, 2000 വർഷത്തെ വ്യത്യാസമുണ്ടെങ്കിലും ദൈവം ആരുടെ അടുക്കിലേക്ക് രക്ഷകനായി വെളിപ്പെട്ടു വന്നുവോ തൻ്റെ സ്വന്തം ജനം എന്ന് സ്വയം അവകാശപ്പെടുകയും ദൈവവും അവരെ തൻ്റെ സ്വന്തം ജനമെന്ന് സംസാരിച്ചു പോരുകയും ചെയ്തിരുന്ന ആ ജനതയാണ് യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ചു കളഞ്ഞത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 13 ശേഷം 48 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബർണബാസിന്റെയും പൗലോസിന്റെയും പ്രസംഗങ്ങൾ കേട്ട് അടുത്ത ശബ്ദത്തിലും ഞങ്ങളോട് ഇതേ കാര്യങ്ങൾ പ്രസ്താവിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ 2ാമത്തെ ആഴ്ചയിലും അടുത്ത ശബ്ദത്തിലും കടന്നു വരണമെന്ന് അവിടെ ഈ അപ്പോസ്തലന്മാരായ ബർണബാസിന്റെയും പൗലോസിന്റെയും സുവിശേഷം കേട്ട് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവരായ ആളുകൾക്ക് വീണ്ടും വീണ്ടും അവർ അറിയിക്കുന്ന സുവിശേഷത്തിന്റെ സദ്വാർത്ത കേൾക്കുവാൻ താല്പര്യമുണ്ടായി. അങ്ങനെ താല്പര്യമുണ്ടായപ്പോൾ അവർ ജാതികളിടയിൽ ദൈവം ചെയ്തു വരുന്ന, പ്രത്യേകിച്ച് ഈ 13ാം അധ്യായത്തിൽ ജാതികളിടയിൽ ദൈവം അപ്പോസ്തലന്മാർ മുഖാന്തരം ചെയ്തു വരുന്ന വൻ കാര്യങ്ങളെ സംബന്ധിച്ച് കേട്ട് കണ്ടും മനസ്സിലാക്കിയിട്ട് അവർ ഈ മാർഗത്തെ പിന്തുടർന്ന് വന്ന ആളുകൾ, അവരിൽ ചില ആളുകൾ കൈക്കൊണ്ടു, മറ്റു ചില ഭൂരിഭാഗം വരുന്ന ആളുകൾ അവർ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനും ക്രിസ്തുവിനും എതിരായി നിന്ന ഒരു സാഹചര്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കി വെച്ചിരിക്കുന്ന കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ട എല്ലാവരും വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വിശ്വാസത്തെ കുറിച്ച് പറയുന്ന വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസത്തെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പാടിനാൽ അറിവായി വന്ന മർമ്മത്തെ സംബന്ധിച്ച് താൻ ഗലാത്യ സഭയ്ക്ക് എഴുതുമ്പോൾ തനിക്ക് ഇത് എപ്രകാരം ലഭിച്ചു എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, മനുഷ്യരോട് പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. താൻ പ്രാപിച്ചതൊക്കെയും കർത്താവിങ്കിൽ നിന്നാണ്. കർത്താവ് തനിക്ക് നേരിട്ട് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നൽകിയ വെളിപ്പാടാണ് ഇതെന്ന് സധൈര്യം താൻ അവരോട് സംസാരിക്കുന്നതായി കാണുവാൻ കഴിയും. അങ്ങനെയുള്ള ഈ പൗലോസ് ഒരു കാലത്ത് തീഷ്ണത കൊണ്ട് ക്രിസ്തു സഭയെ മുടിച്ചവനും തീഷ്ണതയുടെ ആധിക്യ നിമിത്തം ഇസ്രായേൽ മക്കളിൽ മറ്റു പലരും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ശ്രമിക്കാത്ത പല കാര്യങ്ങളും മുതിരുകയും ചെയ്തു പോന്നവൻ, തീഷ്ണത ഏറെ കൂടിയതുകൊണ്ട് തൻ്റെ യഹോവയെക്കുറിച്ചുള്ള തീഷ്ണതയുടെ ഏറെ കൂടുതൽ കൊണ്ട്, ബാഹുല്യം കൊണ്ട് യേശുവിനെ ദൈവമാക്കി പ്രസ്താവിക്കുന്ന ശിഷ്യന്മാരെയും അവരെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളെയും തിരസ്കരിക്കുകയും തള്ളിക്കളയുകയും കൊല്ലുവാൻ അധികാരപത്രവും വാങ്ങുകയും ചെയ്തു പോന്നിരുന്ന ഈ മനുഷ്യൻ ഇവിടെ വന്ന്
ഈ യഹൂദന്മാരോട് പറയുകയാണ്, ആദ്യം സുവിശേഷം നിങ്ങളോട് അറിയിക്കേണ്ടത് ആവശ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യം സുവിശേഷത്തിന്റെ ഓഹരിക്കാർ ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് അവകാശപ്പെടുന്നവർക്കുള്ളതാണെങ്കിൽ, പ്രിയമുള്ളവരെ, കാലഘട്ടം മാറി. ഇന്ന് തങ്ങൾ ദൈവമക്കളാണ്, ബാക്കിയുള്ളവരെല്ലാം കത്തോലിക്കരാകട്ടെ, CSIക്കാരാകട്ടെ, യാക്കോബിറ്റ്സ് ആകട്ടെ, മറ്റ് എല്ലാ ആളുകളും മറ്റ് ഇതര മതവിശ്വാസികളും എല്ലാം ജാതികളാണ്, തങ്ങൾ ദൈവമക്കളാണ് എന്ന അഭിമാനം കൊള്ളുന്ന ഇവിടുത്തെ പെന്തക്കോസ്തുകാര് ഇന്ന് യഹൂദന്റെ സ്ഥാനത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് അവരെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരിക്കൽ തൻ്റെ ജനം അവനെ തിരസ്കരിച്ചുവെങ്കിൽ ഇന്ന് തൻ്റെ ജനമാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പെന്തക്കോസ്തുകാർ യഥാർത്ഥ ഏക സത്യദൈവമായി വെളിപ്പെട്ടു വന്ന യേശു ക്രിസ്തുവിനെ തൃത്വത്തിലെ രണ്ടാമനെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ദൈവിക അസ്തിത്വത്തെ തിരസ്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തെ ഏകനായിരിക്കുന്ന ഏക ദൈവത്തെ ബഹുജാതികൾക്ക് ദൈവങ്ങൾക്ക് സമമാക്കി തീർത്തു. എന്നാൽ യഹോവയായ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ ആരോട് എന്നെ ഉപമിച്ച് സദൃശ്യമാക്കും? ഹല്ലേലൂയ. ഞാൻ മാത്രമാണ് യഹോവ, ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് യെശയ്യാവ് 43:11-12 വാക്യത്തിൽ പറയുമ്പോൾ, മറ്റൊരുത്തനില്ല, മറ്റൊരു ദൈവമില്ല എന്ന് ഇത്രമാത്രം ശക്തിയോടെ ദൈവം അവകാശപ്പെടുമ്പോൾ, ആ ദൈവം 3 വ്യക്തികൾ കൂടുന്ന ദൈവമാണെന്നും ആ ദൈവത്തിൽ തൃത്വമുണ്ടെന്ന് ആരോപിക്കുകയും ആ ദൈവത്തിൽ 3 വ്യക്തികൾ ഉൽപ്പത്തി മുതൽ അല്ലെങ്കിൽ ആരംഭം മുതൽ അവസാനം വരെയും 3 വ്യക്തികളായി സമസ്വഭാവമുള്ള അല്ലെങ്കിൽ ആരംഭമില്ലാത്ത സമനിത്യരായ സമതുല്യരായ 3 വ്യക്തികളുടെ കൂട്ടായ്മയാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് സത്യദൈവ നിഷേധികളായിരിക്കുന്ന, അപ്പോൾ തന്നെ തങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ് എന്ന് അവകാശപ്പെടുകയും ആ പേരിൽ മറ്റുള്ളവരെ ചെറുതാക്കി കാണുകയും ചെയ്യുന്ന ഇസ്രായേലിൻ്റെ അതേ അനുഭവത്തിൽ നിൽക്കുന്ന പെന്തക്കോസ്തുകാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, പെന്തക്കോസ്തുകാരെ, ആദ്യം വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനം, വെളിപ്പെടുത്തപ്പെട്ട സത്യ ഏക ദൈവത്തിൻ്റെ വചനം, അപ്പോസ്തലന്മാരാൽ അറിയിക്കപ്പെട്ട ഏക സത്യ ദൈവത്തിൻ്റെ വെളിപ്പാടായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം നിങ്ങളോട് അറിയിക്കേണ്ടത് ആദ്യം വീണ്ടും ഒരിക്കൽ കൂടി ആവശ്യമായതുകൊണ്ട് അപ്പോസ്തലന്മാർ ഏത് നിലവാരത്തിൽ നിന്നുകൊണ്ട് യഹൂദന്മാരെ തിരുവെഴുത്തുകളെ കൊണ്ട് ഖണ്ഡിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തിയോ, അതേ കാര്യം തന്നെ ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. യേശുവല്ലാതെ മറ്റൊരു ക്രിസ്തുവില്ല. ക്രിസ്തു എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് എന്ന് വെച്ചാൽ ദൈവം ജഡത്തിലാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ 1 തിമോത്തി 3:16 പറയുന്നത്. അവൻ മഹാദൈവമെന്ന് തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയെന്ന് കൊളോസ്യർ 1:15 പൗലോസ് പറയുന്നു. പൗലോസ് ആദിമ സഭയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു ക്രിസ്ത്യാനിയായി നിന്നുകൊണ്ട് തൻ്റെ ജനം ആയ എന്നാൽ സ്വയം ദൈവജനമെന്ന് അവകാശപ്പെടുന്നവരെ ഇപ്രകാരം യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവെഴുത്തുകൾ തെളിയിച്ചവരെ മിണ്ടാതാക്കിയെങ്കിൽ, ഇന്ന് ഞങ്ങൾക്കും അതേ അപ്പോസ്തലന്മാർ നിന്നിരുന്ന ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ തലമുറയിലെ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ വെളിപ്പാടാണ്. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. നിങ്ങളൊരു പിതാവിനെയും ഒരു പുത്രനെയും ഒരു പരിശുദ്ധാത്മാവിനെയും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ തന്നെയാണ് അവൻ എന്ന് നിങ്ങൾ അറിയായികയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹി, യു ഷാൽ ഡൈ ഇൻ യുവർ സിൻസ് എന്ന് യോഹന്നാൻ 8:24 യേശു പറഞ്ഞു. ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് അവൻ ഹല്ലേലൂയ യോഹന്നാൻ 14 അധ്യായത്തിൽ പറഞ്ഞു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് തന്നെയാണ് പുത്രനായി വെളിപ്പെട്ടു വന്നതെന്നും മറ്റൊരു ദൈവമല്ലെന്നും എന്നെ മറ്റ് ഏതൊരു വ്യക്തിയോട് ഉപമിച്ച് നിങ്ങൾ സദൃശ്യമാക്കുമെന്നും ദൈവം ചോദിക്കുമ്പോൾ ഈ ചോദ്യം ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിത്യജീവനായി മുൻ നിയമിച്ചവരൊക്കെയും വിശ്വസിച്ചു എന്ന്. അപ്പോൾ എന്താണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ ആധികാരികമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം? സത്യ ഏക ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ ദൈവം നിത്യജീവനായി കൊണ്ട് മുൻ നിയമിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, റോമാലേഖനത്തിൽ അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു, 8-ാമത്തെ അധ്യായത്തിൽ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം
ലോകസ്ഥാപനത്തിൽ വെച്ച് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി തെരഞ്ഞെടുത്തിരിക്കുന്ന വിശ്വാസികൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ നിത്യജീവന് വേണ്ടി മുൻ നിയമിക്കപ്പെട്ടവർ, അവർ ഈ ഭൂമിയിൽ ജീവിച്ച് വരുന്ന കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം അവരോട് ഇടപെടുമ്പോൾ അവരതിനോട് മറുക്കാതെ അതിനെ വിശ്വസിക്കും. അവിടെയാണ് മുൻ നിയമനത്താലുള്ള നിത്യജീവൻ്റെ വെളിപ്പാട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം, ഈ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിത്യജീവന്റെ യഥാർത്ഥ അവകാശികളായി നിയമിക്കപ്പെട്ടിരുന്നവരെങ്കിലും സ്വയം ദൈവത്തിൻ്റെ ജനമെന്നുള്ള വലിയ തീഷ്ണതയും വലിയ ഒരു അഹങ്കാരവും ഉണ്ടായിരുന്ന ജനത്തിന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ അടുക്കിലേക്ക് വന്നപ്പോൾ, ദൈവം തന്നെത്താൻ ഒരു ജഡത്തിൽ അവർക്ക് പ്രത്യക്ഷമായപ്പോൾ അവനെ തള്ളിക്കളയുകയും ക്രൂശിൽ ഏൽപ്പിച്ച് അവനെ കൊന്നുകളയുകയും ചെയ്തു. അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചുവെങ്കിലും, എന്നാൽ മരണത്തെ തോൽപ്പിച്ച് കല്ലറെ തകർത്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് താൻ തന്നെ ഇന്നും ജീവിക്കുന്നുവെന്നും താൻ ദൈവമാണെന്നും തെളിയിച്ചുവെങ്കിലും അവർ വിശ്വസിച്ചില്ല. പിന്നീട് കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരാൽ ലോകത്ത് സ്ഥാപിക്കപ്പെട്ട, അല്ലെങ്കിൽ ലോകത്ത് സംസാരിക്കപ്പെട്ട ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സംസാരിച്ച വചനങ്ങളെ കർത്താവായ യേശുക്രിസ്തു അടയാളങ്ങളെ കൊണ്ട് ഉറപ്പിച്ച് സ്ഥാപിതമായ വിശുദ്ധ സഭ ഉളവായ നാളുകളിൽ നമുക്കറിയാം, പൗലോസും ബർണബാസും ശേഷം അപ്പോസ്തലന്മാരും ആദ്യമായി ഈ സുവിശേഷത്തിൻ്റെ രക്ഷ അവരോടാണ് അറിയിച്ചത്. ഈ 13-ന്റെ പശ്ചാത്തലത്തിൽ അവർ ഈ രക്ഷ തിരസ്കരിച്ചു കളഞ്ഞപ്പോൾ, കൈക്കൊണ്ടവർ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്തപ്പോൾ, തിരസ്കരിച്ചവരോട് അവർ പറഞ്ഞു, രക്ഷ ആദ്യം നിങ്ങൾക്ക് തരേണ്ടത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളോ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവർക്ക് അയോഗ്യരെന്ന് എണ്ണിയതുകൊണ്ട് ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നുവെന്ന്. എന്നാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്തോളം യഥാർത്ഥമായ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ